അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അങ്ങനെയത് നാട്ടുകാരുടെ ഇടയിൽ ഒരു വർത്തമാനം. ആ വർത്തമാനം ആബിദയെ കുറിച്ചായിരുന്നു. അനസ് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയപ്പോൾ കടയിലെ ശിവേട്ടൻ പറയാ, അല്ല ഡോക്ടറെ, ഞാൻ ഇന്നലെ നിങ്ങളുടെ മൂത്തച്ചില്ലേ ഒരു കാറ് വന്ന് ഇറങ്ങുന്നത് കണ്ട്. അതും ഇവിടെയുള്ള ആളൊന്നും അല്ലാട്ടോ. എനിക്കൊന്നും കൂടെ കാണാൻ വേണ്ടിയിട്ട് ആളെ തിരിയുന്നില്ല. ഒന്നും കൂടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ കാറിൻ്റെ അടുത്ത് പോയി നോക്കിട്ടോ. അപ്പോൾ മൂത്തച്ചി എന്നെ കേട്ടോ ആബിദ, എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നി. ഞാൻ എന്നോട് പറയുന്നേ ഉള്ളൂ കേട്ടോ കുഞ്ഞെ, എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ. ഹേ, അതൊന്നുമില്ല ശിവേട്ടാ, നിങ്ങൾ കടയിലാവുമ്പോൾ എല്ലാം കാണുമല്ലോ. അനസ് നേരെ വീട്ടിലെത്തി. ഉമ്മ എടി, ഉമ്മ എവിടെ? എന്താ മോനെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്തു പറ്റി ഇങ്ങനെ വിളിക്കാൻ? കടയിൽ പോയതല്ലേ ഉമ്മ? ഞാൻ കടയിലെ ശിവേട്ടൻ എന്നോട് പറയാ. എനിക്കത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളുരുക്കി. ഉമ്മ എന്ത് മോനെ, ഇനി ആ ശിവേട്ടനാണെങ്കിൽ എല്ലായിടത്തും അത് എത്തിക്കുകയും ചെയ്യും. പഠിച്ചോനെ, എന്ത് മോനെ, എന്താ കേട്ടത്? പറയടാ ഉമ്മാൻ്റെ കുട്ടി, ഉമ്മാനോട് പറയേ. ഉമ്മ, ഒരു കാറ് വന്ന് അവിടെ ഇറങ്ങി അവരൊക്കെ കണ്ട് എന്തൊക്കെയോ പറയുന്നത്. എന്താടാ നമ്മൾ ചെയ്യാം? ഉമ്മ, ഞാൻ ആസിഫിക്കായി ഓർത്തുപോയി. ഞാൻ അന്ന് ഇക്കാനോട് ആദ്യമേ പറഞ്ഞതാ സൗന്ദര്യത്തിൻ്റെ പിന്നാലെ പോവണ്ട എന്ന്. ഹോ, എന്തായിരുന്നു എനിക്ക് മതി. തൊലിപ്പുറത്തെ സൗന്ദര്യം നോക്കിയാ ഇതാ ഉമ്മ അവസ്ഥ. മനസ്സാണ് നന്നാവേണ്ടത്, പിന്നെ ദീനും നോക്കണം. ഉമ്മ, ആടാ, ദീനും നോക്കണം, മനസ്സും നന്നാവണം. എന്നാലേ കുട്ടികളെ സ്നേഹിച്ച് കുടുംബം നോക്കാൻ കഴിയുള്ളൂ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ, എന്തെങ്കിലും തീരുമാനമെടുക്കണം. എന്നാലും എൻ്റെ ഉമ്മ, ആബിദത്തെ ഇത്ര വിചാരിച്ചില്ല കേട്ടോ. ഉമ്മ, എന്താ മോനെ, ഞമ്മൾക്ക് മക്കളെ ഞമ്മക്ക് തന്നെ നോക്കാട്ടോ. മക്കളെയൊക്കെ കാര്യം നോക്കാൻ ഓൾക്കാവില്ലല്ലോ. അതുകൊണ്ട് മക്കളെ വേണ്ടാഞ്ഞിട്ടല്ലേ ഇങ്ങനത്തേതൊക്കെ തോന്നുന്നത്. എനിക്ക് മക്കളെ വേണം കേട്ടാടാ. എനിക്കെൻ്റെ മക്കളെ വിട്ടു കൊടുക്കാൻ കഴിയൂല. എനിക്കെൻ്റെ മക്കളെ വേണം, ഞാൻ കൊടുക്കൂല കേട്ടോ. എൻ്റെ മക്കളാണ് എനിക്ക് ജീവന്. എൻ്റെ മക്കളെ ഞാൻ കൊടുക്കൂല അവൾക്ക്. ഓൾ ആരെങ്കിലും ഒപ്പരം പോണേന് എൻ്റെ മക്കളെ ഞാൻ കൊടുക്കൂല. ഉമ്മ കരയില്ലേ ഉമ്മ. പിന്നീട് ആബിദ ഭക്ഷണം കഴിക്കാൻ മുകളിൽ നിന്നും താഴേക്ക് വന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നപ്പോൾ മക്കളെ കൂടെ ശ്രദ്ധിക്കുന്നേയില്ല ഉമ്മമാൻ്റെ മക്കൾ ഇങ്ങോട്ട് പോരിട്ടാ, ഉമ്മ വാരി തരാട്ടോ. ഉമ്മ വാരി കൊടുത്തു മക്കൾക്ക്. ഉമ്മമ്മ എനിക്ക് മതിയിട്ടമ്മ, എനിക്ക് മതിയിട്ടാ. പോരെ മോളെ, ഇത്തിരിയും കൂടി തിന്ന്. ആബിദ ഭക്ഷണം കഴിച്ച് അതൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഭക്ഷണം കഴിച്ച് മേലേക്ക് പോകുമ്പോൾ ചെറിയ മോൻ ഉമ്മ എന്ന് വിളിച്ച്. എന്താടാ, നിനക്ക് ഉമ്മമ്മ ഉണ്ടാവുമല്ലോ, ഞാൻ എന്തിനാ നിനക്ക്? കുഞ്ഞു കുട്ടിനെ നോക്കി വരെ അവൾ പറയുന്നത്. റബ്ബേ, ഉമ്മ പറഞ്ഞു, എന്തൊരു ഉമ്മയാണ് അവള്. പഠിച്ചോനെ, ഞാൻ എന്തൊക്കെ കാണണം എൻ്റെ റബ്ബേ, എനിക്ക് കാണാൻ വയ്യട്ടോ. ഞാൻ നോക്കും എൻ്റെ കുട്ടികളെ. ഉമ്മമാൻ്റെ മക്കൾ വരി, നിങ്ങളമ്മമ്മക്ക് വേണം കേട്ടോ. നിങ്ങളമ്മക്ക് വേറെ ലോകമാണ് മക്കളെ. മോള് ചോദിക്കുക, ഉമ്മക്ക് ഞങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മനും വേണ്ട, ഞങ്ങൾക്ക് ഉപ്പച്ചിനെയും ഉമ്മമ്മനെയും മതി കേട്ടോ. അങ്ങനെ പറയരുത് മോളെ, ഉമ്മയും വേണം കേട്ടോ. നോക്കിയാനിക്കാ, മക്കള് പറയുന്നത് നിങ്ങൾ കേട്ടോ. എന്താടി, മക്കൾക്ക് വരെ വെറുത്തൂലേ അവളെ? ഇനി എന്താകും ആബിദയുടെ സ്ഥിതി പഠിച്ചോനറിയാം. ഉമ്മ പറയാം, ഒരു നിസ്കാരവും ഊത്തും പാട്ടും ഒന്നുമില്ല. ഏതു നേരവും ഫോണിൽ ചാറ്റിയിരിക്കും. തിന്നാൻ വേണ്ടി മാത്രം അടുക്കളയിൽ വരും, പിന്നെ കുത്തിത്തിരിപ്പിന് വരും. ഉമ്മ പറയാം, പഠിച്ചോനെ, ഈ കുട്ടികൾക്കൊക്കെ നല്ലോണം നിന്നാ എന്ത് രസമായിരിക്കും വീട് ഇല്ലേക്ക. അതിനെ അവരും വിചാരിക്കണ്ടടി. അതേ ഇക്ക. അങ്ങനെ അടുത്ത ദിവസം ആയിഷുമ്മയും അനസും ഉപ്പയും പോകുകയാണ് ആബിദയുടെ വീട്ടിലേക്ക്. മോളെ,
ഇജ്ജ് പോരുന്നോ? ഫർസുമോള് ഇല്ലുമ്മ. അനസ് വാടി പെണ്ണേ, വാ, ഇവിടെ നിൽക്കണ്ട, വാ, നമ്മളെല്ലാവരും പോകുമല്ലേ, അപ്പം പോര്. അല്ലക്ക മക്കളുണ്ടാവുമല്ലോ ഇവിടെ. എന്തിരി മക്കളെ എടുക്ക്, മക്കളവരെ ഉമ്മാൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്, മക്കളെ എടുക്ക്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി. അങ്ങനെ അവർ പോയി, വീട്ടിലെത്തി. ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മക്കളെ ഇങ്ങോട്ട് കയറിക്കോളി, ഇങ്ങോട്ട് കയറിയാണേ. എന്തപ്പം എല്ലാവരും പാടെ? ഒന്നുമില്ലമ്മ, ഞങ്ങളെല്ലാവരും പാടെ ഇങ്ങോട്ട് പോകുന്നതാ. എന്താ വർത്താനം? നല്ല വർത്താനം. ഉമ്മ ഉപ്പ ഇല്ലേ ഇവിടെ? ഉപ്പ ഇപ്പം അങ്ങോട്ട് ഇറങ്ങീണ്. നിങ്ങളിവിടെ ഇരിക്കട്ടോ, ഉപ്പൊക്കെ വിളിക്കട്ടെ. ഉമ്മക്ക് ഇവരെ കണ്ടപ്പം ബേജാറായി. ഉമ്മ വിളിച്ചു ഉപ്പാനെ. ഹലോ ഇക്ക, നിങ്ങളെവിടെ? വേഗം നിങ്ങളിങ്ങോട്ട് വരി. എന്താടി? നോക്കി, ആബിദയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിക്കണ്. ഉപ്പാക്ക് കാര്യം പിടികിട്ടി. പഠിച്ചോനെ. ആടി, ഞാൻ ഇപ്പം വരാട്ടോ. അങ്ങനെ ഉപ്പയും വന്നു. അസ്സലാമു അലൈക്കും ഉപ്പ. വലൈക്കും അസ്സലാം. ചായ കൊടുത്തോടി ഓൽക്ക്? ചായ കൊടുത്തോ? ആ ഇക്ക കൊടുത്ത്. അനസ് ഉപ്പയെയും ഉമ്മയെയും വിളിച്ചു. അനസ് ഉപ്പയും ആയിഷുമ്മയും ആയിഷുമ്മയും പറഞ്ഞു, നോക്കിയാണെ ഞങ്ങളൊക്കെ ഒരു വിഷയം സംസാരിക്കാനാണ് വന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആസിഫ് വിട്ടു തന്നിട്ടില്ലേ? ഉണ്ട് മക്കളെ. ആബിദയുടെ ഉമ്മ ഇനി എന്താ ചെയ്യുക? പറഞ്ഞത് കേൾക്കുന്നൊരു ഭാവം അവൾക്ക് ആദ്യമേ ഇല്ല. അവൾക്ക് പണ്ടേ സ്കൂളിൽ നിന്നൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നു. ആ ചുറ്റിക്കളി ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ കെട്ടിച്ചത് തന്നെ. ഇപ്പം അതിലും മേലെ ആയല്ലോ. പഠിച്ചോനെ, കുട്ടികളെ കുറിച്ചൊന്നും ഓർമ്മയില്ല അവൾക്ക്. റബ്ബേ, എന്താണ് ഞാൻ അവളെ കാട്ടുന്നത്? ആബിദയുടെ ഉമ്മക്ക് സങ്കടം സഹിക്കാൻ വയ്യ. എന്താണ് ഞങ്ങൾ ചെയ്യാൻ? ആയിഷുമ്മ, ഇങ്ങനത്തെ ഒരു വീട്ടിലോളെത്തിയിട്ട് ഇങ്ങനെ തങ്കപ്പെട്ടൊരു മരുമോനായിരുന്നു എനിക്ക് ആസിഫ്. ഇതൊക്കെ കിട്ടിയിട്ട് എന്താണ് അവളുടെ അവസ്ഥ? എന്താണമ്മ ഞാൻ ചെയ്യുക? എനിക്കറിയില്ല. ഇനി അവൾ കാമുകനായ ഷെരീഫിൻ്റെ കൂടെയോ ഉമ്മ പറയുന്നത് അനുസരിക്കുമോ? ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.